വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദിലീപിനെ പിന്തുടർന്ന ഒരു വിവാദമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഒരു അഭിമുഖത്തിനിടെയായിരുന്നു ഇതേക്കുറിച്ച് സംവിധായകൻ തുളസിദാസ് പറഞ്ഞത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ബോംബെയിലുള്ള മലയാളിയായ നിർമ്മാതാവിൽ നിന്നും 40 ലക്ഷം രൂപ വാങ്ങി എഗ്രിമെന്റ് ചെയ്തിരുന്നു. ഷൂട്ട് തുടങ്ങാനുള്ള ഡേറ്റ് തീരുമാനിച്ചു. കഥ എന്റേതാണ്, അത് പുള്ളി കേട്ട് ഓക്കെ പറഞ്ഞതുമാണ്. CB ഉദയനെ കൊണ്ട് എഴുതിക്കാനും തീരുമാനിച്ചതുമാണ്. 1-2 സജഷൻസ് ദിലീപ് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, തീരുമാനം എന്റേതാണെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. അങ്ങനെ 1-2 അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. ആ സമയത്ത് ഞാൻ മോഹൻലാലിന്റെ കോളേജ് കുമാരൻ ഷൂട്ട് ചെയ്യാൻ പോയി. ദിലീപിനോട് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾക്കിപ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ദിലീപ് സമ്മതിച്ചതുമാണ്. പക്ഷെ ഇത് പരാതിയാക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നടൻ സിദ്ദിഖും സംവിധായകൻ K മധുവുമാണ് പരാതിപ്പെടാൻ എന്നെ നിർബന്ധിച്ചതെന്നാണ് തുളസിദാസ് പറയുന്നത്. സിദ്ദിഖ് എന്റെ സിനിമകളിൽ ആദ്യം മുതലേ അഭിനയിക്കുന്ന നടനാണ്. മിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. പുള്ളി വേറെ സിനിമയിൽ ആ നിർമ്മാതാവിനെയും കൊണ്ടുപോയെന്ന് പറഞ്ഞു. തുളസി പോയി പരാതിപ്പെടാൻ അദ്ദേഹം പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. മറ്റ് ആർട്ടിസ്റ്റുകൾ പ്രശ്നം ഉണ്ടാക്കിയേക്കുമെന്നും പറഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റും ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. തുളസി ന്യായമായ കാര്യത്തിനാണ് പരാതി കൊടുക്കുന്നതെന്ന് സിദ്ദിഖ് പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. K മധുവും അതുപോലെ എന്നെ നിർബന്ധിച്ചു. K മധുവാണ് വിനയനോട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും ഏറ്റെടുക്കണമെന്നും പറയുന്നത്. അല്ലാതെ വിനയനായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. പാവം വിനയനെ പുലിവാലി പിടിക്കേണ്ടി വന്നു. സിദ്ദിഖാണ് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. അങ്ങനെ ഞാൻ എന്റെ സംഘടനയിൽ പരാതിപ്പെട്ടു. അത് വലിയൊരു പ്രശ്നമായി. സംഘടനകൾ പിളർന്നു. മാക്ട് പിളർന്നു. ഫെഫ്കെ ഉണ്ടായി. ഇതുവരെ ഞാൻ എവിടെയും സിദ്ദിഖിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും തുളസിദാസ് പറയുന്നു. ഈ അടുത്താണ് ദിലീപിനോട് പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി വെളിപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പം? ജോണി ആന്റണിക്കും അറിയാം, എന്റെ ശിഷ്യനാണ്. എന്റെ കൂടെ 10-20 സിനിമകളിൽ കൂടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളുടെ സംവിധായകനാണ് തുളസിദാസ്. ഇപ്പോൾ സംവിധാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം. അതേസമയം തങ്കമണി എന്ന ചിത്രമാണ് താരത്തിൻ്റെതായി പുറത്തെത്തിയ ചിത്രം. സിനിമ മികച്ച പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. എലൈറ്റ് എന്ന ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് വൻ പോലീസ് നരയ നായാട്ടിലേക്ക് നയിച്ച തങ്കമണി സംഭവമായി മാറിയത്. ദിലീപിന്റെ 148ാം ചിത്രമായി എത്തുന്ന തങ്കമണിയിൽ 2 കാലഘട്ടങ്ങളിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തിയിരുന്നത്. ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുമുണ്ട്. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായെത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതേസമയം പഴയ പൊലിമയിൽ തന്റെ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നാണ് ആരാധകരടക്കം പലരും പറയുന്നത്. കേശു ഈ വീടിന്റെ നാഥൻ, ബാന്ദ്ര, വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങളെല്ലാം കാര്യമായി ആഘോഷിക്കപ്പെട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്. പുതിയ ചിത്രങ്ങൾക്കൊപ്പം ചില സൂപ്പർ ഹിറ്റ് സിനിമകളുടെ 2ാം ഭാഗമായും ദിലീപ് എത്തുന്നുണ്ടെന്നാണ് വിവരം.